ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ 3-ാം ജുസ്ഇൽ അഹങ്കാരത്തെ സംബന്ധിച്ച്, കിബറിനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ ഹൃദയം, നമ്മുടെ ഖൽബ്, ആ ഖൽബിലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ, ഈമാൻ നിലകൊള്ളുന്നത്. ഖൽബിന്റെ ശുദ്ധീകരണം ഈമാനിന്റെ പ്രഭ വർദ്ധിപ്പിക്കും. ഖൽബ് ശുദ്ധിയായി, നമ്മുടെ ഹൃദയവും മനസ്സും ശുദ്ധിയായി നിൽക്കുക, അത് സദാ നമ്മൾ ജാഗ്രത പാലിച്ച് നിർത്തേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് മരണം ഏത് സമയത്തും സംഭവിക്കാം. ഇന്ന സമയം എന്നില്ല. വളരെ യാദൃശ്ചികമായ, ആകസ്മികമായ മരണങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എമ്പാടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള മരണം നമുക്കും സംഭവിക്കാമല്ലോ. അല്ലാഹു തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ രക്ഷിക്കട്ടെ. അപ്പൊ ഏത് സമയത്തും മരണം സംഭവിക്കാം. അതോടൊപ്പം അതിനോട് കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരു സ്ഥലത്ത് പറയുന്ന വിഷയമാണ്. കൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഹൃദയം എന്ന് പറയുന്നത് ഖൽബിൻ ഫീ ഫലാത്ത് കരീശിൻ ഫീ ഫലാത്തി അർദിൻ, മരുഭൂമിയിലെ തൂവൽ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഥവാ ഹൃദയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു സമയത്ത് അഹങ്കാരത്തിന്റെ ചിന്ത, വേറൊരു സമയത്ത് അസൂയയുടെ ചിന്ത, വേറൊരു സമയത്ത് വിനയത്തിന്റെ ചിന്ത, വേറൊരു സമയത്ത് ലോകമാന്യത്തിന്റെ ചിന്ത. ഇങ്ങനെ ചിന്തകൾ, വൈവിധ്യങ്ങളായ വ്യത്യസ്തങ്ങളായ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് ഹൃദയം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മരണം ഏത് നിമിഷവും സംഭവിക്കാം. ഹൃദയത്തിന് എപ്പോഴും മാറ്റവും വരാം. ഇത് രണ്ടും കൂടി കൂട്ടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സദാ ജാഗ്രത പാലിച്ചുകൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കി നിർത്തണം. അഥവാ മരണം നല്ല മരണമാകണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ള സമയത്ത് മരിക്കണം. ഹൃദയശുദ്ധി ഇല്ലാത്ത സമയത്തെങ്ങാനും മരണം സംഭവിച്ചാൽ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അതാണ് മോശമായ മരണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്നെ ഇഹ്യയുടെ വേറൊരു ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് അവസരം പോലെ അത് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആകയാൽ നമ്മുടെ ഹൃദയം സദാ ശുദ്ധീകരിച്ച് നിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എന്തിനെ തൊട്ടൊക്കെ നാം ഹൃദയത്തെ ശുദ്ധീകരിക്കണം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹങ്കാരത്തെ തൊട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുക. കാരണം ഇബ്ലീസിന് സംഭവിച്ച തകരാർ എന്താണ്? ഇബ്ലീസിന് എന്തിന്റെ കുറവാണ് ഉള്ളത്? ഒന്നിന്റെയും കുറവുണ്ടായിരുന്നില്ല. ഇബ്ലീസിന് വിജ്ഞാനത്തിന്റെ കുറവുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ ഇബ്ലീസായി മാറിയത് ഇബ്ലീസിന്റെ മനസ്സിലുള്ള അഹങ്കാരം കൊണ്ടാണ്. അബാ വസ്തക്ബറ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത് എല്ലാ സത്യനിഷേധികളെയും ധിക്കാരികളാക്കി മാറ്റിയത് അവരുടെ മനോഭാവത്തിലുള്ള അഹങ്കാരം എന്ന് പറയുന്ന ദുർഗുണമാണല്ലോ. അപ്പൊ അഹങ്കാരം എന്താണ്? ആ അഹങ്കാരത്തെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാനാകും? ഇത്തരം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായും വിശദമായും നമുക്ക് പഠിക്കാനൊരു അവസരമാണ് ഇഹ്യായിലെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിനോട് സഹകരിക്കണം എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഒരു ക്ഷമ ആവശ്യമുള്ള സംഗതിയാണ് ഇത്തരം ഇൽമ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു മധുരമുള്ള ഒരു ഏർപ്പാടായി നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടുകൊള്ളണം എന്നില്ല. ഇതിന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ പലതും സഹിക്കേണ്ടതും ക്ഷമിക്കേണ്ടതും നിങ്ങളുടെ വിവേകം കൊണ്ട് പങ്കെടുക്കേണ്ടതും
ആണ്, വികാരം ഒരുപക്ഷെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ എത്തിക്കുകയില്ല. അതുകൊണ്ട് ബോധപൂർവം സഹനശക്തിയോടെ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ തുടരണം, പങ്കെടുക്കണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുക. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ശൈലി എന്ന് പറയുന്നത്, ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും സംസാരിക്കുമ്പോൾ ആദ്യം ഖുർആനിലെ ആയത്തുകൾ പറയും, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിക്കും, പിന്നീട് മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയും. ഇങ്ങനെയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അഹങ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതാനും ചില ഹദീസുകൾ മാത്രമാണ്. നമുക്ക് അതിലേക്ക് പോകാം. വദമ്മുൽ കിബ്രി ഫിൽ ഖുർആനി കസീർ. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കിബിറിനെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആനിൽ ധാരാളമായി വന്നിട്ടുണ്ട്. അത് ഏതാനും ഖുർആനിലെ ആയത്തുകൾ ഉദ്ധരിച്ചതിന് ശേഷമാണ് മഹാനവറുകൾ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ, ഒരാളുടെ മനസ്സിൽ, ഒരാളുടെ ഹൃദയത്തിൽ അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അപ്പൊ എന്ന് പറഞ്ഞാല് അതിന് പല വ്യാഖ്യാനങ്ങളും പറയാം. അതായത് ചെറിയ അഹങ്കാരങ്ങളുടെ വിവിധ ഇനങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് വിവരിക്കും. അതില് വളരെ ശക്തമായ ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന വിധത്തിലുള്ള അഹങ്കാരങ്ങളുണ്ട്. അങ്ങനെയാകുമ്പം സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ളതിനെ കുറിച്ച് പറയേണ്ടതില്ല. ഇസ്ലാമിൽ ഒരാൾ പ്രവേശിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും വേണ്ട വിധം അംഗീകരിച്ചില്ലെങ്കിൽ, അഹങ്കാരത്തിന്റെ പേരിൽ അങ്ങനെ അംഗീകരിക്കാതെ വന്നാൽ അവർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ഇനി അതല്ലാതെ ചെറിയ ചെറിയ അഹങ്കാരത്തിന്റെ വല്ല അംശങ്ങളും ഉണ്ടായാൽ അവർ തന്നെ അല്ലാഹു തആല ആ അഹങ്കാരം പുറത്തു കൊടുത്തില്ലെങ്കിൽ പൂർണ്ണമായി സമ്പൂർണമായി സ്വർഗത്തിൽ, ചിലപ്പോൾ നരകത്തിൽ കടക്കേണ്ടി വരും. അല്ലാഹു തആല പുറത്തു കൊടുത്തില്ലെങ്കിൽ, അല്ലാഹു തആല നമുക്ക് സംഭവിച്ചു പോയ എല്ലാ അത്തരത്തിലുള്ള തകരാറുകളും അല്ലാഹു തആല പുറത്തു തരട്ടെ. അല്ലാഹു തആല ഇനി അങ്ങോട്ടുള്ള ജീവിതകാലത്ത് അഹങ്കാരമില്ലാത്ത ജീവിതം സംവിധാനിക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇങ്ങനെ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വലിയ ഒരു തെറ്റായതുകൊണ്ടാണ്. അപ്പം വലിയ ഒരു വൻദോഷമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത വിധമുള്ള പ്രഖ്യാപനം. അപ്പൊ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായി ഉദ്ധരിക്കുന്ന ഹദീസ്, വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ റളിയല്ലാഹു അൻഹു ഒക്കെ പറയണം. അതൊക്കെ ഈ ക്ലാസിന്റെ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ സലാത്ത് നിർവഹിക്കണം. അതേപോലെ മഹാന്മാരുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു ശരിക്കും വ്യക്തമായി പറയണം. വഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഖൂലുല്ലാഹു തആല അൽ കിബ്രിയാഉ റിദായി വൽ അളമത്തു ഇസാരി മൻ നാസഅനി വാഹിദൻ മിൻഹുമാ അൽഖൈതുഹു ഫീ ജഹന്നം. വളരെ ഹൃദ്യമായ, നമ്മുടെ മനസ്സോട് അങ്ങേയറ്റം തട്ടുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് പറയുന്നത്
യഖൂലുല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്തരം ഹദീസുകൾക്ക് ഖുദ്സിയായ ഹദീസ് എന്നാണ് പറയുക. ഹദീസുകൾ രണ്ട് ജാതിയുണ്ട്. ഒന്ന് ഖുദ്സിയായ ഹദീസ്, മറ്റൊന്ന് ഖുദ്സി അല്ലാത്ത ഹദീസ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുദ്സ് കൊണ്ട് ചേർക്കപ്പെട്ട, അഥവാ പരിശുദ്ധമായ അള്ളാഹുവുമായി ചേർക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാചകം തന്നെ അള്ളാഹുവിൻ്റെതാണ്. അല്ലാത്തത് അള്ളാഹുവിന്റെ തന്നെ വാചകം ആയിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിന്റെ പഠിപ്പിക്കൽ കൊണ്ട് ആവിഷ്കാരം നൽകിയ വാചകങ്ങളാകാം. അതാണ് ഖുദ്സിയായ ഹദീസും മറ്റ് ഹദീസുകളുമായിട്ടുള്ള വ്യത്യാസം. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല തന്നെ സംവിധാനിച്ച വാചകങ്ങളാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വേണമെങ്കിൽ അതിന് വേറൊരു ക്ലാസ് എടുക്കേണ്ടതാണ്. അതിപ്പം അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അള്ളാഹു താല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ഹദീസുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ്, അതിന് കുറച്ച് പ്രാധാന്യം കൂടുതലുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഹദീസാണ് ഈ ഹദീസ്. എന്താണ്? അൽ കിബ്രിയ ഉൽ ഇദായി. ഇത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽ കിബ്രിയ ഉൽ ഇദായി, കിബ്രിയ അഥവാ കിബിർ, ഞാൻ വലിയവനാണ് എന്ന് വിചാരിക്കലാണല്ലോ കിബിർ. നമ്മളാരും വലിയവരല്ല. വലിയവൻ ആരേ ഉള്ളൂ? അള്ളാഹു മാത്രമാണ്. അപ്പൊ അള്ളാഹു താല വലിയവനാണ്, വസ്തുതയാണത്. അപ്പോ അള്ളാഹു താല പറയാണ് അൽ കിബ്രിയാവു, ഈ വലുപ്പം, റിദായി, നേരെ അതിന്റെ അർത്ഥം എന്റെ തട്ടമാണ് എന്നാണ്. വല്ല അളമത്തു ഇസാരി, ബഹുമാനം എന്ന് പറയുന്നത് ഇസാരി, എന്റെ ഡ്രസ്സാണ്, എന്റെ അരഉടുപ്പാണ്, എന്റെ മുണ്ടാണ്. മന്നാസാനി വാഹിദം മിൻഹുമ, ഈ രണ്ട് വിഷയത്തിൽ എന്നോട് ആരെങ്കിലും തർക്കിച്ചാൽ അല്ലെങ്കിൽ എന്നോട് ഏറ്റുമുട്ടിയാൽ അൽഖൈതുഹു ഫീ ജഹന്നം, അവനെ ഞാൻ നരകത്തിൽ ഇടും. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹുവിന് മേത്തട്ട ആവശ്യമുള്ളവനല്ല അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഒന്നിലേക്ക് ആവശ്യമുള്ളവനല്ലല്ലോ. അപ്പൊ അള്ളാഹുവിന് ഒരു മേൽത്തട്ടം വേണ്ടതില്ല. അള്ളാഹുവിന് ഒരു അരउടുപ്പ് അങ്ങനെ ഒന്നില്ല. പിന്നെ ഈ പറയുന്നത് എന്താണ്? ഈ പറയുന്നത് അള്ളാഹു തആല മേത്തട്ടം ഇട്ടതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ തട്ടം, ഒരാളുടെ ഡ്രസ്സ്, ഒരാളുടെ മേലിലിട്ട ഡ്രസ്സ്, അയാളുടെ ഷർട്ട് അത് വലിച്ചെടുത്തു. ഒരാളുടെ തുണി നമ്മൾ അഴിച്ചു കളഞ്ഞു. എന്നാൽ അയാൾക്ക് ഒരാളെ നമ്മൾ വിവസ്ത്രനാക്കി. അത് അയാളിൽ വല്ലാതെ രോഷം ഉണ്ടാക്കും. അടങ്ങാത്ത രോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണല്ലോ അത്. നമ്മൾ ഒരു വ്യക്തിയുടെ തുണി ഉരിഞ്ഞു കളഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രസ്സ് അഴിച്ചു കളഞ്ഞാൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ രോഷമുണ്ടാക്കുന്ന, നമ്മളോട് വെറുപ്പുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഇതുപോലെ നമ്മൾ അഹങ്കരിച്ചാൽ, അഹങ്കാരം എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. നമ്മൾ അഹങ്കരിച്ചാൽ, ഞാൻ വലിയവനാണ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടി അങ്ങനെ നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന് നമ്മളോട് കഠിന വിരോധം ഉണ്ടാകും. അതാണ് ഈ തുണി, ഡ്രസ്സ് അതിനോടൊക്കെ തുലനം ചെയ്തുകൊണ്ട് ആലങ്കാരികമായി അള്ളാഹു തആല ഹൃദ്യമായ രീതിയിൽ നമ്മുടെ മനസ്സോട് തട്ടുന്ന രീതിയിൽ ഈ വിഷയം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. മന്നാസാനി വാഹിദം മിൻഹുമ, ഈ രണ്ട് കാര്യത്തിൽ നിന്ന് വല്ലതിലും എന്നോട് ആരെങ്കിലും എതിർത്താൽ അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ, ഞാനുമായി പിണങ്ങിയാൽ അൽഖൈതുഹു ഫീ ജഹന്നം, അവനെ ഞാൻ നരകത്തിലിടും എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരാളുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തുണി ഉരിയുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഇഷ്ടപ്പെടേണ്ട ഒരാളുടെ തുണി ഉരിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെയും അപ്പുറത്ത് ഉള്ള ഒരു തെറ്റാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം പ്രയോഗങ്ങൾ ഹദീസുകളിലും ഖുർആനിലും ധാരാളം ഉണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച്. അത്തരം പ്രയോഗങ്ങളിൽ നമ്മൾ അത് ആലങ്കാരികമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം, ശരിയായ വ്യാഖ്യാനവും അർത്ഥവും നമുക്ക് പറയാൻ കഴിയില്ല, ഇങ്ങനെ
ഈ രീതിയിലുള്ള സമീപനങ്ങളാണ് സുന്നികളുടെ സമീപനങ്ങൾ. അതേസമയത്ത് പുത്തൻവാദികൾ അതൊക്കെ നേർക്ക് നേരെ അർത്ഥം പറയണം എന്ന് പറഞ്ഞാൽ ഭാഷയോട് പോലും ചെയ്യുന്ന ഒരു കടുത്ത അക്രമമാണത്. ഭാഷയിൽ ആലങ്കാരികത എന്നുണ്ടല്ലോ, ആ ആലങ്കാരികതയെ നിഷേധിച്ചുകൊണ്ട് പച്ചയായി നിഷേധിച്ച പുത്തൻവാദികളുണ്ട്, ആലങ്കാരികതയെ നിഷേധിക്കുന്ന പുത്തൻവാദികളുണ്ട്. വാസ്തവം പറഞ്ഞാൽ അത് ഇസ്ലാമിനോടൊന്നല്ല, ഭാഷയോട് പോലും ചെയ്യുന്ന ഒരു കടുത്ത അക്രമമാണ്. എന്നിട്ടാണ് അള്ളാഹുവിന് കൈകളുണ്ട്, കാലുകളുണ്ട്, അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പലരും വിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വിവരണങ്ങൾ നടത്തുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഈ ഹദീസ് ആ രീതിയിൽ വ്യാഖ്യാനിച്ചു നോക്കിയാൽ അള്ളാഹുവിന് ഡ്രസ്സ് ഉണ്ട് എന്ന് പറയേണ്ടി വരും, അള്ളാഹുവിന് അരയുടുപ്പുണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പാടില്ല. അത് ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചു പോകാൻ കാരണമാകുന്ന വാദങ്ങളാണ്. അപ്പോ അൽ കിബ്രിയാഉ റിദായി എന്ന് പറഞ്ഞത് തികച്ചും ആലങ്കാരികമാണ്. കിബിർ എന്ന് പറയുന്നത്, വലുപ്പം എന്ന് പറയുന്നത് എന്റെ മേത്തട്ടമാകുന്നു. വൽ അളമത്തു ഇസാരി, വലുപ്പം അത് മറ്റൊരു വാചകമാണ്, വലുപ്പം എന്നുള്ള അർത്ഥത്തിന് തന്നെയുള്ള, അത് എന്റെ അരയുടുപ്പാണ്. മൻ നാസഅനി വാഹിദൻ മിൻഹുമ, ഇതിൽ നിന്ന് വല്ലതിലും ആരെങ്കിലും എന്നോട് പിണങ്ങിയാൽ, അഥവാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ തുണി അഴിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് ഊരിക്കളഞ്ഞാൽ, അൽഖൈതുഹു ഫീ ജഹന്നം. അപ്പൊ നമ്മൾ അഹങ്കാരത്തിന്റെ ധ്വനി, അഹങ്കാരത്തിന്റെ ഭാവം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ വാസ്തവത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന കടുത്ത ധിക്കാരവും കടുത്ത അക്രമവുമാണ് എന്നാണ് ഈ ആയത്ത്, ഈ ഹദീസ്, ഈ ഖുദ്സിയായ ഹദീസ് നമുക്ക് നൽകുന്ന ഉത്ബോധനം. നബി സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ, മറ്റൊരു സംഭവം ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുക, അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇൽതഖ അബ്ദുല്ലാഹി ബിൻ അംറിൻ വ അബ്ദുല്ലാഹി ബിൻ ഉമർ അല സഫ. അബ്ദുല്ലാഹി ബിൻ അംർ ഒരു സഹാബിയാണ്, അബ്ദുല്ലാഹി ബിൻ ഉമർ മറ്റൊരു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരാണ്. അവര് സഫയുടെ മുകളിൽ ഒത്തുകൂടി. ശുദ്ധമായ കഅബയുടെ പരിസരത്ത് സഫയിൽ ഒരുപക്ഷെ സഈ നടക്കുമ്പോൾ കണ്ടുമുട്ടതാകാം. ഫതവാഫഖ, അവരങ്ങനെ പരസ്പരം ഒത്തുവന്നു. ഫമല ഇബ്നു അംറിൻ, ഫമല ഇബ്നു അംറിൻ, ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി, സംസാരിച്ച് അവര് തമ്മിൽ കണ്ടു പോയി. വഅഖാമ ഇബ്നു ഉമർ യബ്കി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഫയുടെ അവിടെ കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് നിന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കരച്ചിലടക്കാനായില്ല, കരിയാണ് മൂപ്പര്. ഫഖാലു മാ യുബ്കീക യാ അബാ അബ്ദുറഹ്മാൻ, അവർ ചോദിച്ചു, ആളുകൾ കൂടെയുള്ളവർ ചോദിച്ചു, മാ യുബ്കീക യാ അബാ അബ്ദുറഹ്മാൻ, ഓ അബൂ അബ്ദുറഹ്മാൻ, നിങ്ങളെ കരയിച്ച വസ്തു എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ സഫയുടെ മുകളിൽ ഇങ്ങനെ പെട്ടെന്നൊരു കരച്ചിൽ? ഫഖാല, ആ സമയത്ത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാനി അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ ഹാദാ യാനി അബ്ദുല്ലാഹി ബിൻ അം, അബ്ദുല്ലാഹി ബിൻ ഉമർ പറയാണ്, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ബിൻ അംർ, സഅമ, മൂപ്പർ അവകാശപ്പെടുന്നു, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി അബ്ദുല്ലാഹി ബിൻ അംർ കേട്ടിട്ടുണ്ട്. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ കിബ്ർ അകബ്ബഹുല്ലാഹു ഫിന്നാരി അലാ വജ്ഹിഹി, ആരുടെയെങ്കിലും ഹൃദയത്തിൽ, മനസ്സിൽ അഹങ്കാരത്തിന്റെ വല്ല ധ്വനിയും, ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ, അകബ്ബഹുല്ലാഹു, അല്ലാഹു അവനെ മുഖം കുത്തി വീഴ്ത്തും, ഫിന്നാരി നരകത്തിൽ, അലാ വജ്ഹിഹി അവന്റെ മുഖത്തിന്റെ മേൽ മുഖം കുത്തി വീഴ്ത്തും എന്ന് പറഞ്ഞാൽ വളരെ നിന്ദ്യമായ, നീചമായ, ദയനീയമായ, അതികഠിനമായ, കഠോരമായ രീതിയിൽ നരകത്തിൽ വെച്ച് അവനെ ശിക്ഷിക്കും
എന്ന് അബ്ദുല്ലാഹിബിൻ അംർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നത്. അപ്പൊ ഈ അഹങ്കാരത്തിന്റെ വലിപ്പം, അതിന്റെ ഗൗരവം, ആ ഗൗരവം ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിൽ കരിയാണ്. അപ്പൊ അവർ സഹാബിയാണ്. ആര്? അബ്ദുല്ലാഹിബിൻ ഉമറാണ് കരയുന്നത്. അപ്പൊ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയല്ലേ. എന്നിട്ട് പോലും ആ അഹങ്കാരത്തിന്റെ ഗൗരവം ഓർത്തുകൊണ്ട് അഹങ്കാരത്തിന്റെ ധ്വനി വല്ലപ്പോഴും മനസ്സിൽ വന്നു പോകുമോ എന്നാലോചിച്ച് മഹാനവറുകൾ കരിയാൻ. വാസ്തവത്തിൽ നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊന്നും അങ്ങനെയുള്ള ഒരു ചിന്തയെ നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നില്ല. അല്ലാഹു തആല അഹങ്കാരമില്ലാത്ത ശുദ്ധമായ ഒരു ഖൽബ് നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ, വളരെ കുറച്ചേ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിലധികം ഒരിക്കലും നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ സമയം നീണ്ടുപോവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അടുത്ത ക്ലാസ്സിന് ഞാൻ അറിയിക്കുമ്പോൾ അതിലുണ്ടാകണം. എല്ലാവരും ദുആ ചെയ്യണം. സൗകര്യപ്പെടുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനോടുള്ള നമ്മുടെ കടപ്പാട് നമ്മൾ മറന്നു കളയാൻ പാടില്ല. വല്ലപ്പോഴും നമ്മൾ ഗസാലി ഇമാമിന്റെ റളിയല്ലാഹു അൻഹു പേരിൽ ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതുകയും വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. ഞാൻ മൂട്ട് ഒഴിവാക്കാം. നിങ്ങൾ ഫാത്തിഹ ഓതണം എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد.